ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഈ പാഠഭാഗത്തിൻ്റെ സമ്മറി, അനാലിസിസ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സമ്മറി നോക്കാം. സ്കോളർഷിപ്പ് ജാക്കറ്റ് ഈസ് എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ മാർത്ത. The story brings out the difficulties of Martha, an 8th grade student who wishes to win the scholarship jacket. അപ്പോൾ ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നത് മാർത്ത സെൽനാസ് ആണ്. ഈ സ്റ്റോറി ആരെക്കുറിച്ചാണ് പറയുന്നത്? ഈ സ്റ്റോറി പറയുന്നത് മാർത്തയെക്കുറിച്ചാണ്. മാർത്ത പഠിക്കുന്ന കാലത്തെക്കുറിച്ചാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. മാർത്ത ഒരു 8ാം ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് ആണ്. അവളുടെ ആഗ്രഹം എന്താണ്? ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് സ്വന്തമാക്കുക എന്നുള്ളതാണ്. വിന്നിംഗ് ദി ജാക്കറ്റ് ഹാസ് ബീൻ എ ട്രഡീഷൻ ഓഫ് മാർത്താസ് സ്കൂൾ, where any student who maintains the first position during the 8 years in school is awarded as a valedictorian. അപ്പോൾ മാർത്തയുടെ സ്കൂളിൽ ഇത് കാലങ്ങളായി നടന്നു വരുന്ന ഒരു കാര്യമാണ് അല്ലേ. 8 വർഷവും ക്ലാസ്സിൽ ടോപ്പായിട്ട് ഏറ്റവും നല്ലോണം പഠിക്കുന്ന കുട്ടിക്ക് 8ാമത്തെ വർഷം ആ ഗ്രാജുവേഷൻ്റെ സമയത്ത് എന്ത് കൊടുക്കും? ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് സമ്മാനമായി കൊടുക്കും. അപ്പോൾ മാർത്തയ്ക്ക് അത് ലഭിക്കണമെന്നായിരുന്നു ആഗ്രഹം. മാർത്ത നാച്ചുറലി വാണ്ട്സ് ടു വിൻ ദ ജാക്കറ്റ് ആൻഡ് വർക്ക്സ് വെരി ഹാർഡ് ഫോർ ഇറ്റ്. മാർത്തയ്ക്ക് എന്താണ്? ആ ജാക്കറ്റ് ലഭിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കിട്ടാൻ വേണ്ടി അവൾ വളരെയേറെ പരിശ്രമിക്കുന്നുണ്ട്. However, one day the principal informs her that now the jacket will cost money which Martha cannot afford. പക്ഷേ എന്താ ഉണ്ടായത്? ഒരു ദിവസം പ്രിൻസിപ്പൾ അവളെ വിളിച്ചു പറഞ്ഞു, ഇനി തൊട്ട് ആ ജാക്കറ്റ് കിട്ടണമെങ്കിൽ ആ ഒരു ജാക്കറ്റിന് വേണ്ടി പൈസ പേ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പൈസ ആർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അത്രയും പൈസയൊന്നും മാർത്തയ്ക്ക് കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല. അവൾക്ക് അത്രയൊന്നും പൈസ കയ്യിലുണ്ടായിരുന്നില്ല. Her grandfather explains to Martha that if she has to pay money for that jacket, then it is not a reward at all. അപ്പോൾ ഗ്രാൻഡ് ഫാദറിനോട് മാർത്ത വന്ന് പറയുന്നുണ്ട്, മുത്തശ്ശ ഇനി ആ ജാക്കറ്റിന് എനിക്ക് $15 കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ എന്താ പറയുന്നത്? അങ്ങനെ പൈസ കൊടുത്തിട്ട് നിനക്കൊരു ജാക്കറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതൊരിക്കലും നീ പ്രയത്നിച്ചതിനുള്ള ഒരു പ്രതിഫലമല്ല, ഒരു സമ്മാനമല്ല എന്ന് മുത്തശ്ശൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അല്ലേ. ഏറ്റവും നല്ല സ്റ്റുഡൻറ്റിന് സ്കൂളിൽ നിന്ന് ഒരു ജാക്കറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവിനനുസരിച്ച് അല്ലേ, കഴിവുള്ള കുട്ടികൾക്കായിരിക്കണം കൊടുക്കേണ്ടത്. അതിനൊരു പൈസ മേടിച്ചിട്ടാണ് അവർ കൊടുക്കുന്നതെങ്കിൽ അതിന് യാതൊരു മൂല്യവുമില്ല എന്ന് മുത്തശ്ശൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. The principal of the school decides to make an exception that year as he agrees to Martha having the jacket without paying the money. The story is quite straightforward in its narrative as it explores the themes of corruption and honesty. It serves as a very good reading lesson for children and provides an insight into the saying, honesty is the best policy. അപ്പോൾ എന്താ പറയുന്നത്? അവിടുത്തെ പ്രിൻസിപ്പിൾ അല്ലേ, അവിടുത്തെ പ്രിൻസിപ്പളിന് നന്നായി അറിയാം മാർത്തയ്ക്കാണ് ആ ഒരു എന്ത് കിട്ടേണ്ടത്, സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടേണ്ടതെന്ന് പ്രിൻസിപ്പളിന് നന്നായി അറിയാം. അവൾക്കാണ് കഴിവുള്ളത്. പൈസ വേണമെന്ന് എന്തിനാ പറയുന്നത്? മറ്റൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ ജാക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ജോണിന് വേണ്ടിയിട്ട് ആ ഒരു ജാക്കറ്റ് ജോണിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ വേണമെന്നുള്ളൊരു നിലപാട് ബോർഡ് എടുക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പൾ അതിനെതിരായിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു വർഷം മാത്രം ഒരു എക്സെപ്ഷൻ. കാരണം എന്താണ്? ആ ഒരു ജാക്കറ്റ് കിട്ടാൻ ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് ആർക്കാണ്? മാർത്തയ്ക്ക് തന്നെയാണെന്നറിയാം. അപ്പോൾ എന്താണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്? എന്തൊക്കെയാണ് ഈ സ്റ്റോറിയുടെ തീംസ് വരുന്നത്? കറപ്ഷനും ഓണസ്റ്റിയുമാണ് അല്ലേ, സത്യസന്ധതയും അതുപോലെ തന്നെ കറപ്ഷൻ എന്ന് പറഞ്ഞാൽ അഴിമതിയുമാണ് ഇതിൻ്റെ തീംസ് ആയിട്ട് വരുന്നത്. എന്താ പറയുന്നത്? ഇതിൽ പറയുന്ന ആ ഒരു മെയിൻ മെസ്സേജ് എന്താണ്? ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി അല്ലേ. നമ്മൾ ആത്മാർത്ഥത കാണിച്ചു കഴിഞ്ഞാൽ, ഓണസ്റ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് നല്ലത് വരും എന്ന് അല്ലേ. ഏറ്റവും നല്ല പോളിസി ഓണസ്റ്റി ആണെന്ന് ഈ ലെസണിൽ നമുക്ക് മനസ്സിലാക്കാം. Martha chooses to respect the traditional value of jacket, and by doing so she is able to receive the jacket with sincere efforts. So the story focuses on how by doing well and being truthful to oneself one can achieve impossible things. അപ്പോൾ എന്താ പറയുന്നത്? മാർത്ത ആ ജാക്കറ്റിന് അത്രമാത്രം വില കൊടുത്തിരുന്നു അല്ലേ. അതുകൊണ്ടാണ് അവൾ എല്ലാ ക്ലാസ്സിലും അത്രമാത്രം എഫേർട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് ആയിക്കൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അവളുടെ ആ സിൻസിയർ ആയിട്ടുള്ള എഫേർട്ട് കാരണം അവൾക്ക് അവസാനം ആ ജാക്കറ്റ് സ്വന്തമാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഈ സ്റ്റോറിയിൽ നമുക്ക് തരുന്ന ഒരു മോറൽ എന്താണ്? നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ സൈഡിലുള്ള കാര്യങ്ങൾ നല്ലോണം ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ ട്രൂത്ത്ഫുൾ ആണെങ്കിൽ, നമ്മൾ സത്യസന്ധരാണെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും, അതായത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എത്തിപ്പെടാൻ പറ്റില്ല എന്നുള്ള പല പൊസിഷനിലേക്കും നമുക്ക് എത്താമെന്നാണ് ഈ ഒരു സ്റ്റോറി നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി
അടുത്തത് നമ്മൾ സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ അനാലിസിസ് ആണ് നോക്കുന്നത്. ദ സ്റ്റോറി ഈസ് റിട്ടൺ ഫ്രം ദി ഫസ്റ്റ് പേഴ്സൺസ് പോയിന്റ് ഓഫ് വ്യൂ, സ്പെസിഫിക്കലി ഫ്രം മാതാസ് പോയിന്റ് ഓഫ് വ്യൂ ആസ് ഷീ ഡീൽസ് വിത്ത് ദ ട്രബിൾസ് ഓഫ് അക്വയറിംഗ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അപ്പോൾ ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ അല്ലേ, മാർത്തയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് ഈ കഥ മുഴുവനും എഴുതിയിരിക്കുന്നത് അല്ലേ. ഷീ ഡീൽസ് വിത്ത് ദ ട്രബിൾസ് ഓഫ് അക്വയറിംഗ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. മാർത്ത ആ ഒരു ജാക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യേണ്ടി വരുന്നുണ്ട് അതൊക്കെയാണ് ഈ കഥയിൽ നമുക്ക് കാണിച്ചു തരുന്നത്. The jacket here is the main plot point of the story, and as Martha attempts to win it respectably, she has to face corruption among grown-ups. അപ്പോൾ ഇതിലെ മെയിൻ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ലേ, ആ ജാക്കറ്റിനെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ മുഴുവൻ നടക്കുന്നത്. മാർത്ത ഏറ്റവും നല്ല രീതിയിൽ ആ സ്കോളർഷിപ്പ് ജാക്കറ്റിനെ ഇതിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ജാക്കറ്റ് കരസ്ഥമാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ അവൾക്ക് പലരുടെയും കറപ്ഷൻ അല്ലെ, ബോർഡ് മെമ്പേഴ്സിൻ്റെയൊക്കെ അഴിമതി നേരിടേണ്ടി വരുന്നുണ്ട്. ദ ഹോൾ സ്റ്റോറി ഈസ് ടെക്നിക്കലി എ ലെസൺ ഇൻ ഹോണസ്റ്റി ആസ് ഇറ്റ് ഷോസ് ദ റിവാർഡ്സ് ഓഫ് ബീയിങ് എ ഗുഡ് പേഴ്സൺ അല്ലേ. ഓണസ്റ്റിക്ക് എത്രത്തോളം മൂല്യമുണ്ട്, ഒരാൾ ഒരു നല്ല മനുഷ്യനായി ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ കരസ്ഥമാക്കാൻ പറ്റുമെന്നൊക്കെ ഈ സ്റ്റോറി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. The protagonist of the story is Martha, and the antagonist of the story can be considered as the board of school, which comprises a few people. Protagonist of the story is Martha. ഈ സ്റ്റോറിയുടെ നായകൻ അല്ലെങ്കിൽ നായിക എന്ന് പറയുന്ന ആരാണ്, മാർത്തയാണ്. പിന്നെ ആൻറ്റഗനിസ്റ്റോ പ്രതിനായകൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആരാണ്, വില്ലന്മാരാരാണ് ഇതിൽ, നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അവരാണ് തീരുമാനിക്കുന്നത് ആ ഒരു ജാക്കറ്റിന് ഇനി മുതൽ പൈസ വേണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ however they are the kind of people who can be completely bought off, just like Mr. Boone, who is ready to lower Martha's greed unfairly even though she works so hard for it. അപ്പോൾ എന്താ പറയുന്നത്, ബോർഡിലുള്ള ആൾക്കാരൊക്കെ മിസ്റ്റർ ബൂണിലെ പോലെയുള്ളവരാണ്. കാരണം എന്താണ്, കുറച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അവർ മാർത്തയുടെ ഗ്രേഡ്സ് ലോവർ ചെയ്യണം. അതൊക്കെ ആ ജാക്കറ്റ് കൊടുക്കാതെ ജോണിന് ആ ജാക്കറ്റ് കൊടുക്കാനാണ് അവർക്ക് എല്ലാവർക്കും താല്പര്യമുണ്ടായിരുന്നത്. കാരണം എന്താണ്, ജോണിൻ്റെ അച്ഛനാണ് അവിടെ ഒരു ഷോപ്പ് നടത്തിയിരുന്നത്. അയാൾ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, അതായത് കാര്യങ്ങളൊക്കെ നടത്താൻ പ്രാപ്തിയുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവർക്കും അയാളെ പ്രീതിപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നത്. Nonetheless, Martha does not waver in her personality just because of a few people's greed, and with the help of her grandpa who shows her the right path again, manages to achieve her goal in a way that would make her feel better. Nonetheless, Martha does not waver in her personality. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, അവരെങ്ങനെയോ ആയിക്കൊള്ളട്ടെ, പക്ഷെ മാർത്ത അവളുടെ പേഴ്സണാലിറ്റിയിൽ നിന്ന് ഒട്ടും പോലും വേവർ ചെയ്തില്ല, ഒട്ടും പോലും വ്യതിചലിച്ചില്ല. പലരുടെ ഗ്രീഡിന് വേണ്ടിയിട്ടും അത്യാഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലേ, സെൽഫിഷ്നെസ്സിന് വേണ്ടിയിട്ടും അവളുടെ ആ ഒരു ജാക്കറ്റ് അവൾക്ക് കൊടുക്കാതിരിക്കാൻ നോക്കി. പക്ഷെ എന്താണ്, അവളുടെ ഗ്രാൻഡ് പേയുടെ സഹായത്തോട് കൂടിയിട്ട് അവൾക്ക് അവരെയൊക്കെ കറക്റ്റായിട്ടുള്ള പാത്ത് ഏതാണോ, ശരി ഏതാണോ അത് കാണിച്ചു കൊടുക്കാൻ പറ്റി. The story has been written in a plain style and follows a traditional way of storytelling, where the story is easy to read and moral comes through. സ്റ്റോറി എങ്ങനെയാണ്, വളരെ സാധാരണ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അതിൽ നിന്ന് അതിൻ്റെ മോറലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. By writing the story, Salinas has try to show the simplest of gestures can result in beautiful things. ഇതിലൂടെ റൈറ്റർ എന്താണ് ചെയ്തിട്ടുള്ളത്, ഏറ്റവും നമ്മൾ ചെയ്യുന്ന ചെറിയൊരു നല്ല കാര്യം പോലും നമ്മളെ വലിയ വലിയ സന്തോഷങ്ങളിലേക്ക് എത്തിക്കുമെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ അനാലിസിസ് വരുന്നത്. അപ്പോൾ അനാലിസിസിൽ നമ്മൾ എന്തൊക്കെ പറയുന്നുണ്ട്, ഇത് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ, അതായത് മാർത്തയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നടക്കുന്നത് അല്ലേ. മാർത്തയ്ക്ക് ആ ജാക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഫേസ് ചെയ്യേണ്ട ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ ഈ ഒരു സ്റ്റോറി പറയുന്നുണ്ട്. പിന്നെ എന്താണ് ഇതിൻ്റെ മെയിൻ പ്ലോട്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെയിൻ പ്ലോട്ട് എന്താണ്, ആ ജാക്കറ്റാണ് അല്ലേ. ജാക്കറ്റിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ആ കഥയൊക്കെ നടക്കുന്നത്. മാർത്തയ്ക്ക് ആ ഒരു ജാക്കറ്റ് വിൻ ചെയ്യാൻ വേണ്ടി കറപ്റ്റഡ് ആയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്
ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അവസാനം എന്താണ്, പിന്നെന്താണ്, മാർത്തയാണ് ഈ സ്റ്റോറിയുടെ പ്രോട്ടഗനിസ്റ്റ്, നായിക എന്ന് പറയുന്നത്. പോലെ തന്നെ പ്രതിനായകൻ ആരാണ്, പ്രോട്ടഗനിസ്റ്റ് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് മെമ്പേഴ്സ് ആണ്. മിസ്റ്റർ ബൂണും ബോർഡ് ഓഫ് മെമ്പേഴ്സും ആണെന്ന് നമുക്ക് പറയാം. പിന്നെന്താണ്, മാർത്തയുടെ ട്രൂത്ത്ഫുൾനെസ്സും ഉണ്ട്. അതുപോലെ തന്നെ അവളുടെ ഗ്രാൻഡ് പേയുടെ ഹെൽപ്പോട് കൂടിയിട്ട് അവൾക്ക് ആ ജാക്കറ്റ് കരസ്ഥമാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോറിയിൽ നമുക്ക് പറയുന്ന ആ മെയിൻ തീം എന്താണ്, ഓണസ്റ്റിയാണ് ഇതിലെ മെയിൻ തീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും നമ്മളെ വലിയ സന്തോഷങ്ങളിലേക്ക് എത്തിക്കുമെന്ന് ഈ സ്റ്റോറിയിലൂടെ നമുക്ക് റൈറ്റർ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. വാട്ട് വാസ് എ ട്രഡീഷൻ ഫോളോഡ് ഇൻ ദി സ്മോൾ ടെക്സസ് സ്കൂൾ? ഈ ടെക്സസ് സ്കൂളിൽ ഫോളോ ചെയ്തിരുന്ന ട്രഡീഷൻ, പാരമ്പര്യം എന്തായിരുന്നു? The tradition followed in the small Texas school was that during the 8th grade graduation, a beautiful gold and green jacket was awarded to the student who had maintained the highest grade for 8 years. അവിടുത്തെ ട്രഡീഷൻ, അവിടുത്തെ സമ്പ്രദായം അല്ലെങ്കിൽ അവിടുത്തെ പാരമ്പര്യം എന്തായിരുന്നു? സ്മോൾ ടെക്സസ് സ്കൂളിലെ 8th ഗ്രേഡിലാവുമ്പോൾ, 8ാം ക്ലാസ്സിലാവുമ്പോൾ ഗ്രാജുവേഷൻ്റെ സമയത്ത് ഒരു വളരെ ഭംഗിയുള്ള ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കുമായിരുന്നു. അതിൻ്റെ കളർ എന്താണ്? ഗോൾഡ് ആൻഡ് ഗ്രീൻ ആണ് അല്ലേ, സ്വർണ്ണ നിറവും അതുപോലെ തന്നെ പച്ച നിറവും ഉണ്ട്. അങ്ങനെ ഒരു ജാക്കറ്റ് 8ാം ക്ലാസ് വരെ ഏറ്റവും നന്നായി അക്കാഡമിക്സിൽ, സ്റ്റഡീസിലൊക്കെ ഏറ്റവും നന്നായി മികവ് പുലർത്തിയ വിദ്യാർത്ഥിക്ക് ആ ഒരു ജാക്കറ്റ് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതാണ് സ്മോൾ ടെക്സസ് സ്കൂളിൻ്റെ ട്രഡീഷൻ. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ഡു യു തിങ്ക് ദി ലെറ്റർ എസ് ഓൺ ദ ജാക്കറ്റ് റെപ്രസെൻറ്റ്? ആ സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ മുകളിൽ എസ് എന്നൊരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. അത് എന്തിനെയാണ് കാണിക്കുന്നത്? ദ ലെറ്റർ എസ് റെപ്രസെൻറ്റ് സ്കോളർഷിപ്പ്. എസ് എന്ന് പറയുന്നത് സ്കോളർഷിപ്പിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ ചോദ്യം, this won the scholarship jacket was her only chance. Why does Martha say so? ഈ ഒരു സ്കോളർഷിപ്പ് ചാൻസ് അത് ഞങ്ങളുടെ അവസാനത്തെ ചാൻസ് ആണെന്ന് മാർത്ത പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് മാർത്ത പറയുന്നത് അങ്ങനെ? She says it because her parents were very poor. To take part in the school sports, a lot of money had to be paid by way of registration fees, uniform and outside trips. മാതാപിതാക്കൾ വളരെ ദരിദ്രരായിരുന്നു അല്ലേ. അവരുടെ കയ്യിൽ സ്കോളർഷിപ്പ് ജാക്കറ്റിന് കൊടുക്കാൻ വേണ്ടി $15 പോലും അവരുടെ കയ്യിൽ എടുക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ സ്കൂൾ സ്പോർട്സിനൊക്കെ പങ്കെടുക്കണമെങ്കിൽ വളരെയധികം പൈസ ചിലവായിരുന്നു. കാരണം രജിസ്ട്രേഷൻ ഫീസ്, യൂണിഫോം, ഔട്ട്സൈഡ് ട്രിപ്സ്, അതിനൊക്കെ അവർ പൈസ മുടക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർത്തയ്ക്കോ അവരുടെ സിസ്റ്റേഴ്സിനോ ഒന്നും സ്പോർട്സിലൊന്നും പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല. കഴിവില്ലാത്ത കാരണമല്ല, എന്തുകൊണ്ടാണ്? അവരുടെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനെയുള്ള ഇതിലൊന്നും പങ്കെടുക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ മാർത്തയ്ക്ക് വിൻ ചെയ്യാനുള്ള അവസാനത്തെ ചാൻസ് എന്താണ്? ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഓൺലി ചാൻസ് ആണെന്ന് മാർത്ത പറഞ്ഞത്. ഇനി നാലാമത്തെ ചോദ്യം, ഹൗ ഡസ് മാർത്ത ഡിസ്ക്രൈബ് ഹെർസെൽഫ്? മാർത്ത എങ്ങനെയാണ് സ്വയം ഡിസ്ക്രൈബ് ചെയ്യുന്നത്? അവൾ എങ്ങനെയാണെന്ന് പറയുന്നത്? ഷി വാസ് പെൻസിൽ തിൻ വിത്തൗട്ട് എനി കർവ് എനിവർ. ഷി വാസ് കോൾഡ് ബീൻ പോൾ ആൻഡ് സ്ട്രിങ് ബീൻ അല്ലേ. അപ്പോൾ അവളെങ്ങനെയാണ്? അവൾ പെൻസിൽ പോലെ തിന്നായിട്ട് മെലിഞ്ഞിട്ടാണ് ഇരുന്നിരുന്നത്. ശരീരത്തിൽ എവിടെയോ ഒരു കേർവോ ഒരു വളവോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതായത് ഒരു ഈർക്കിളി പോലത്തെ ശരീരം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവളെ ബീൻ പോളെന്നും സ്ട്രിങ് ബീൻ എന്നും ഈ പയറെന്നൊക്കെ കുട്ടികൾ അവളെ കളിയാക്കി വിളിച്ചിരുന്നത്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം, വാട്ട് വർ മാർത്താസ് ടീച്ചേഴ്സ് ആർഗ്യൂയിങ് അബൌട്ട്? മാർത്തയുടെ ടീച്ചർ എന്ത് പറഞ്ഞാണ് തർക്കിച്ചുകൊണ്ടിരുന്നത്? ദേ വർ ആർഗ്യൂയിങ് അബൌട്ട് വെദർ മാർത്ത ഓർ ജോൺ ഷുഡ് ബി കൺസിഡർഡ് ഫോർ ദാറ്റ് ഇയർ സ്കോളർഷിപ്പ് ജാക്കറ്റ്. ആ കൊല്ലത്തെ സ്കോളർഷിപ്പ് ജാക്കറ്റിന് മാർത്തയാണോ അതോ ജോൺ ആണോ അർഹരെന്നാണ് ആ ടീച്ചേഴ്സ് തമ്മിൽ തർക്കിച്ചുകൊണ്ട് ഇരുന്നത്. ആറാമത്തെ ചോദ്യം, വൈ വാസ് മിസ്റ്റർ ബൂൺ ആർഗ്യൂയിങ് ഇൻ ജോൺസ് ഫേവർ? എന്തുകൊണ്ടാണ് മിസ്റ്റർ ബൂൺ ജോണിന് ഫേവറായിട്ട്, ജോണിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചിരുന്നത്? മിസ്റ്റർ ബൂൺ വാസ് ആർഗ്യൂയിങ് ഇൻ ജോൺസ് ഫേവർ ബിക്കോസ് ഹെർ ഫാദർ വാസ് എ ബോർഡ് മെമ്പർ ആൻഡ് ഓൺസ് ദ ഓൺലി സ്റ്റോർ ഇൻ ടൗൺ. ഹി വാസ് വെരി ഇൻഫ്ലുവൻഷ്യൽ ടു. അപ്പോൾ ബൂൺ എന്തുകൊണ്ടാണ് ജോണിനെ സപ്പോർട്ട് ചെയ്തിരുന്നത്, ജോണിനെ ഫേവർ ചെയ്തുകൊണ്ടിരുന്നത്? അവളുടെ ജോണിൻ്റെ ഫാദർ ഒരു ബോർഡ് മെമ്പർ ആയിരുന്നു അല്ലേ, സ്കൂളിൻ്റെ ബോർഡിലെ അംഗമായിരുന്നു. അതുപോലെ തന്നെ ആ ടൗണിലുണ്ടായിരുന്ന ആകെ ഒരു സ്റ്റോറിൻ്റെ ഉടമയുമാർ തന്നെയായിരുന്നു ജോണിൻ്റെ ഫാദറായിരുന്നു. അയാൾ വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു. അതായത് കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന, എന്താ പറയുക, അധികാരമുള്ള ആൾക്കാരെന്നൊക്കെ നമ്മൾ പറയില്ലേ,
അപ്പോൾ അങ്ങനെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളായിരുന്നു ജോണിൻ്റെ ഫാദർ. അപ്പോൾ അതുകൊണ്ടാണ് മിസ്റ്റർ ബൂണ് ജോണിന് ഫേവർ ചെയ്തുകൊണ്ട് സംസാരിച്ചത്. 7ാമത്തെ ചോദ്യം, ഇറ്റ് സീംഡ് എ ക്രൂവൽ കോയിൻസിഡൻസ് വൈ ഡിഡ് മാർത്ത സേ സോ? അതെന്താണ്? അത് വളരെ ക്രൂവലായിട്ടുള്ള ഒരു കോയിൻസിഡൻസ് അല്ലേ? കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? യാദൃശ്ചികത അല്ലേ? അപ്പോൾ അത് വളരെ ക്രൂരമായ ഒരു യാദൃശ്ചികത ആയിപ്പോയി എന്ന് മാർത്ത പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? Martha said so because when she was going to take her PE shot, she overheard her teacher's arguments about the scholarship jacket and it was painful. മാർത്ത എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? മാർത്ത അവളുടെ PE ഷോട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവർ ടീച്ചർമാർ തമ്മിലുള്ള സംഭാഷണം കേൾക്കാനിടയായി. അപ്പോൾ അവരെന്തിനെ പറ്റിയാണ് പറയുന്നത്? ആ സ്കോളർഷിപ്പ് ജാക്കറ്റിനെ പറ്റിയും. അത് ജോണിനാണോ മാർത്തയ്ക്കാണോ കൊടുക്കേണ്ടത്? അതിൻ്റെ മുകളിലുള്ള ഒരു തർക്കമായിരുന്നു അവൾക്ക് കേൾക്കാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് അവൾ പറയുന്നത് അത് വളരെ ക്രൂരമായ ഒരു കോയിൻസിഡൻസ് ആയിപ്പോയി, യാദൃശ്ചികതയായിപ്പോയി അല്ലേ? അവൾ ആ PE ഷോട്ട്സ് എടുക്കാൻ പോയത് കാരണമാണ് അവൾ ആ തർക്കം കേൾക്കാൻ ഇടയായത്. അവൾ പോയിരുന്നില്ലെങ്കിൽ അവളത് കേട്ടിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു കോയിൻസിഡൻസ്, ക്രൂവൽ കോയിൻസിഡൻസ് എന്ന് മാർത്ത പറയുന്നത്. 8ാമത്തെ ചോദ്യം, വൈ വാസ് ദ പ്രിൻസിപ്പൽ അൺകംഫർട്ടബിൾ ആൻഡ് അൺഹാപ്പി? എന്തുകൊണ്ടാണ് പ്രിൻസിപ്പൾ ദുഃഖിതനുമായത്? എന്തുകൊണ്ടാണ്? He was uncomfortable and unhappy because that year a new rule was brought by the board that the student who is to be given the scholarship jacket should pay an amount of $15. അദ്ദേഹം അൺകംഫർട്ടബിൾ ആയത് എന്തുകൊണ്ടാണ്? ആ കൊല്ലം പുതിയൊരു നിയമം നിലവിൽ വരാൻ പോവായിരുന്നു അല്ലേ? ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് ആർക്കാണോ കൊടുക്കേണ്ടത് അവർ $15 സ്കൂളിലേക്ക് അടയ്ക്കണമെന്ന് പറയുന്നുണ്ട് അല്ലേ? ഫീസായിട്ട് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. He knew that Martha deserved the jacket, but since she was too poor to pay, the jacket will have to be given to someone else. എന്താണ്? അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പളിന് നന്നായി അറിയാമായിരുന്നു മാർത്തയ്ക്കാണ് ആ ഒരു ജാക്കറ്റിന് അർഹതയുള്ളത്. പക്ഷേ $15 കൊടുക്കാനില്ലാത്തത് കാരണം ആ ഒരു ജാക്കറ്റ് മറ്റാർക്കെങ്കിലും അവർ കൊടുക്കേണ്ടി വരും അല്ലേ? He knew it was a plot by a board member to enable his daughter John to get the jacket. അപ്പോൾ അയാൾക്ക് എന്താ അറിയാമായിരുന്നു? അതൊരു പ്ലോട്ടാണല്ലേ, അല്ലെങ്കിൽ ഒരു പ്ലേ ആണ്. ഒരു ബോർഡ് മെമ്പർ അദ്ദേഹത്തിൻ്റെ മകൾക്ക് ആ ജാക്കറ്റ് ലഭിക്കാൻ വേണ്ടി നടത്തുന്ന കളികളാണ് ഇതെന്ന് പ്രിൻസിപ്പളിന് നന്നായി അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ദുഃഖിതനായത്. അദ്ദേഹത്തിന് മാർത്തയ്ക്ക് ആ ജാക്കറ്റ് കൊടുക്കണമെന്നായിരുന്നു താല്പര്യം. കാരണം അർഹത മാർത്തയ്ക്കായിരുന്നു. ഓക്കെ, ഇനി 9ാമത്തെ ചോദ്യം, വൈ വാസ് മാർത്ത ഷോക്ക്ഡ്? എന്തുകൊണ്ടാണ് മാർത്ത ഷോക്കായത്? She was shocked because the principal told her that she would have to pay $15 if she wanted the jacket. Until that year, it was given free to the best student. അവൾ ഷോക്കായത് എന്തുകൊണ്ടാണ്? പ്രിൻസിപ്പൾ പറഞ്ഞു അവളോട് ഇനി ആ ജാക്കറ്റ് കിട്ടണമെങ്കിൽ നീ $15 പേ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുവരെ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്ന ആ സ്കോളർഷിപ്പ് ജാക്കറ്റിന് അവളുടെ സമയമായപ്പോഴേക്കും, അതായത് അവൾ 8ാം ക്ലാസ്സിലെ ഗ്രാജുവേഷൻ്റെ അവളുടെ 8ാം ക്ലാസ്സിൻ്റെ ഗ്രാജുവേഷൻ്റെ ടൈം ആയപ്പോഴേക്കും $15 കൊടുക്കണമെന്ന് കേട്ടപ്പോഴാണ് മാർത്ത ഷോക്കായത്. മാർത്തയ്ക്ക് നല്ലോണം അറിയാമല്ലേ അവളുടെ വീട്ടിൽ ആ പൈസ കൊടുക്കാൻ അവളുടെ വീട്ടിൽ അപ്പോൾ മാർത്തയ്ക്ക് നന്നായി അറിയാമായിരുന്നു ആ $15 അവളെ കൊണ്ട് അടയ്ക്കാൻ സാധിക്കില്ല എന്ന്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, വൈ വാസ് വിന്നിങ് ദി സ്കോളർഷിപ്പ് ജാക്കറ്റ് ഇമ്പോർട്ടൻറ്റ് ടു മാർത്ത? എന്തുകൊണ്ടാണ് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് ലഭിക്കുക എന്നുള്ളത് മാർത്തയ്ക്ക് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നത്? ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ടു മാർത്ത ബിക്കോസ് ഇറ്റ് റെപ്രസെൻറ്റഡ് 8 years ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് എക്സ്പെക്റ്റേഷൻ. മാർത്ത ആ 8 കൊല്ലം പരിശ്രമിച്ചു കൊണ്ടിരുന്നത് അല്ലേ, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടാൻ വേണ്ടിയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അവളുടെ ആ 8 കൊല്ലത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിരുന്നു ആ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ജാക്കറ്റ് കിട്ടുക എന്നുള്ളത് അവൾക്ക് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയത്. 11ാമത്തെ ചോദ്യം, വൈ ഡിഡ് മാർത്താസ് ഗ്രാൻഡ് ഫാദർ റിഫ്യൂസ് ടു പേ ദ മണി? എന്തുകൊണ്ടാണ് മാർത്തയുടെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞത് ആ പൈസ കൊടുക്കാൻ പറ്റില്ല എന്ന്? He refused to pay the money because he thought that if she pays for it, it will not be a scholarship jacket anymore. അദ്ദേഹം പറയുന്നുണ്ട് പൈസ കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ അതൊരിക്കലും നിനക്ക് കിട്ടുന്ന ഒരു സമ്മാനമല്ല അല്ലേ, അവളുടെ എഫേർട്ടിന് അവളുടെ കഴിവിനായിരിക്കണം ആ ജാക്കറ്റ് കിട്ടേണ്ടത്. പൈസ കൊടുത്ത് കിട്ടണമെങ്കിൽ ഒരിക്കലും ആ ജാക്കറ്റ് അവളുടെ സ്കോളർഷിപ്പ് ജാക്കറ്റ് ആവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് കാരണം. He refused to pay the money because he thought that if she pays for it, it will not be a scholarship jacket anymore.
എന്തുകൊണ്ടാണ് ഗ്രാൻഡ് ഫാദർ ആ പൈസ കൊടുക്കാതിരുന്നത്? അത് കുട്ടികളുടെ മികവിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സമ്മാനമാണ് അല്ലേ, ഒരു സ്കോളർഷിപ്പാണ് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അത് പൈസ കൊടുത്തിട്ട് മാർത്തയ്ക്ക് മേടിക്കേണ്ടി വരികയാണെങ്കിൽ അതൊരിക്കലും ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇനി 12ാമത്തെ ചോദ്യം. വൈ വാസ് ദ പ്രിൻസിപ്പൽ ഡിസ്റ്റർബ് വെൻ മാർത്താസ് ഗ്രാൻഡ് ഫാദർ റിഫ്യൂസ് ടു പേ ദ മണി? എന്തുകൊണ്ടാണ് പ്രിൻസിപ്പളിന് അസ്വസ്ഥത തോന്നിയത് മാർത്തയുടെ ഗ്രാൻഡ് ഫാദർ ആ പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ? The principal was disturbed when Martha's grandfather refused to pay the money because then the jacket will be given to someone else. The principal knew well that Martha deserved it and he did not want her to lose it. The principal also knew that the grandfather's reasoning was right. എന്താണ്, മാർത്തയുടെ ഗ്രാൻഡ് ഫാദർ ആ $15 കൊടുക്കുന്നില്ലെങ്കിൽ ആ ഒരു ജാക്കറ്റ് മാർത്തയ്ക്ക് കൊടുക്കാൻ പ്രിൻസിപ്പളിന് സാധിക്കില്ല, അത് ജോണിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ പ്രിൻസിപ്പളിന് നന്നായി അറിയാമായിരുന്നു ആ ജാക്കറ്റ് ശരിക്കും അർഹിക്കുന്നത് ആരാണ്, മാർത്തയാണ് ആ ജാക്കറ്റ് അർഹിക്കുന്നതെന്ന്. അദ്ദേഹം അവളത് നഷ്ടപ്പെടുത്തുന്നത് കാണാൻ ആഗ്രഹിച്ചിരുന്നില്ല. പിന്നെ എന്താണ്, പ്രിൻസിപ്പളിന് അറിയാമായിരുന്നു ഗ്രാൻഡ് ഫാദർ പറയുന്ന കാര്യം ശരിയാണ് പറഞ്ഞത്. ഗ്രാൻഡ് ഫാദർ പറഞ്ഞിരുന്നത് പൈസ കൊടുത്തിട്ട് മേടിക്കുന്ന ആ ഒരു അംഗീകാരം അല്ലേ, ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് ഒരിക്കലും ഒരു സ്കോളർഷിപ്പ് അല്ല എന്നാണ് ഗ്രാൻഡ് ഫാദർ പറഞ്ഞിരുന്നത്. ആ ഒരു റീസണിങ്, ആ ഒരു തത്വം ശരിയാണെന്ന് പ്രിൻസിപ്പളിനും അറിയാമായിരുന്നു. വൈ ഡിഡ് ദ പ്രിൻസിപ്പൽ ചേഞ്ച് ഹിസ് മൈൻഡ്? എന്തുകൊണ്ടാണ് പ്രിൻസിപ്പൽ സ്വന്തം മനസ്സ് മാറ്റിയത്? ദ പ്രിൻസിപ്പൽ ന്യൂ ദാറ്റ് മാർത്ത ഡിസേർവ്ഡ് ദ ജാക്കറ്റ്. ആ ജാക്കറ്റ് അർഹിക്കുന്നത് ശരിക്കും മാർത്തയാണെന്ന് പ്രിൻസിപ്പളിന് അറിയാമായിരുന്നു. ഹി ഓൾസോ തോട്ട് ദാറ്റ് ബൈ മേക്കിംഗ് എ സ്റ്റുഡൻറ്റ് പേ എ സ്കോളർഷിപ്പ് ജാക്കറ്റ് വുഡ് നോട്ട് റിമെയിൻ എ സ്കോളർഷിപ്പ് ജാക്കറ്റ് എനിമോർ. ഇറ്റ് വുഡ് ബി എ ജാക്കറ്റ് ബോട്ട് ഇൻ ദ മാർക്കറ്റ്. മോറോവർ ഹി സിമ്പത്തൈസ് വിത്ത് മാർത്ത. എന്താ പറയുന്നത്, ഒരു കുട്ടിക്ക് ആ സ്കോളർഷിപ്പ് ജാക്കറ്റിന് വേണ്ടി പൈസ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അതൊരിക്കലും ഒരു സ്കോളർഷിപ്പ് അല്ലേ, ആ കുട്ടിയുടെ കഴിവിനുള്ള ഒരു അംഗീകാരമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വില കൊടുത്ത സാധനങ്ങൾ മേടിക്കുന്ന പോലെ ആ ഒരു വാല്യൂവേ ആ ജാക്കറ്റിന് ഉണ്ടാവുള്ളൂ. പിന്നെ എന്താണ്, അദ്ദേഹത്തിന് മാർത്തയോട് സിമ്പതി ഉണ്ടായിരുന്നു. മാർത്തയാണ് ശരിക്കും ആ ജാക്കറ്റ് അർഹിക്കുന്നതെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വന്തം മനസ്സ് മാറ്റിയത്. അദ്ദേഹം ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. ഇനി 14ാമത്തെ ചോദ്യം. ഹൗ ഡിഡ് മാർത്ത വിഷ് ടു എക്സ്പ്രസ് ഹെർ ജോയ്? മാർത്ത സ്വന്തം സന്തോഷം എങ്ങനെയാണ് അറിയിച്ചത്? ഷി വിഷ് ടു എക്സ്പ്രസ് ഹെർ ജോയ് ബൈ യെല്ലിംഗ്, ജമ്പിങ്, റണ്ണിങ് ദ മൈൽ ഓർ ഡൂയിങ് സം. ഷി വിഷ് ടു എക്സ്പ്രസ് ഹെർ ജോയ് എങ്ങനെയാണ് സന്തോഷം കാണിച്ചത്? യെല്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ അലറുക അല്ലെങ്കിൽ നിലവിളിക്കുക അല്ലേ, ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുക, അതിനൊക്കെ യെല്ലിംഗ് എന്ന് പറയാം. ജമ്പിങ് ചാടുക, റണ്ണിങ് ദ മൈൽ ഓടുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് അവളുടെ സന്തോഷം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചു. ഓക്കെ, ഇനി 15ാമത്തെ ചോദ്യം. ഹു റിയലി ഹെൽപ്പ് മാർത്ത ഗെറ്റ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്? ഹൗ? ആരാണ് ശരിക്കും മാർത്തയെ ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടാൻ സഹായിച്ചത്? എങ്ങനെയാണ്? മിസ്റ്റർ ഷ്മിറ്റ് അല്ലേ, മിസ്റ്റർ ഷ്മിറ്റാണ് അവളെ ആ ജാക്കറ്റ് കിട്ടാൻ സഹായിക്കുന്നത്. ഹി മസ്റ്റ് ഹാവ് ടോൾഡ് ദ പ്രിൻസിപ്പൽ. എങ്ങനെയാണ് സഹായിക്കുന്നത് നോക്കാം നമുക്ക്. ഹി മസ്റ്റ് ഹാവ് ടോൾഡ് ദ പ്രിൻസിപ്പൽ ദാറ്റ് he was not ready to tell lies or falsify the records. He must have threatened to resign from his job if Martha was not given the jacket. അല്ലേ, അദ്ദേഹം പ്രിൻസിപ്പളിനോട് പറഞ്ഞിട്ടുണ്ടാവണം അദ്ദേഹം ആ നുണയ്ക്ക് കൂട്ടു നിൽക്കാൻ തയ്യാറല്ല അല്ലേ. മാർത്തയാണ് എപ്പോഴും പഠനത്തിലൊക്കെ മുന്നിട്ട് നിന്നിരുന്നത്. അപ്പോൾ ആ റെക്കോർഡ്സൊക്കെ തെറ്റാണെന്നുള്ള രീതിയിൽ ആ ഒരു തെറ്റിനോട് കൂട്ടു നിൽക്കാൻ താൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, മസ്റ്റ് ഹാവ് ത്രെട്ടൺ ടു റിസൈൻ ഫ്രം ഹിസ് ജോബ് അല്ലേ, ആ ഒരു ജോബിൽ നിന്ന്, ആ ഒരു ജോലിയിൽ നിന്ന് താൻ റിസൈൻ ചെയ്ത് പോവും അല്ലേ, രാജിവെച്ച് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം അല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കണം അദ്ദേഹം മാർത്തയ്ക്ക് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് വാങ്ങിക്കൊടുത്തത്. ഓക്കെ, ഇനി 16ാമത്തെ ചോദ്യം. ഹിസ് ഫേസ് ലുക്ക് ഹാപ്പി ആൻഡ് ഇന്നസെൻറ്റ് ആസ് ബേബീസ് ബട്ട് ഐ ന്യൂ ബെറ്റർ. വാട്ട് ഇസ് ദ എക്സ്പ്രഷൻ ബട്ട് ഐ ന്യൂ ബെറ്റർ സജസ്റ്റ് ഹിയർ? ഇവിടെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം അല്ലേ ഒരു കുട്ടിയുടെ പോലെ അത്രയും ഇന്നസെൻ്റ് ആയി തോന്നി അല്ലേ, കാപട്യത ഇല്ലാതായി തോന്നി. പക്ഷെ ആ മാർത്തയ്ക്ക് അറിയാമായിരുന്നു ശരിക്കും ആരാണ് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് അവൾക്ക് വാങ്ങിക്കൊടുത്തതെന്ന്. ആരാണ് ശരിക്കും വാങ്ങിക്കൊടുത്തത്? ബട്ട് ഐ ന്യൂ ബെറ്റർ അല്ലേ, എനിക്ക് ശരിക്കും അറിയാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്താണ് അവൾക്ക് അറിയാമായിരുന്നത്? അതാണ് ചോദ്യം. ഇറ്റ് വാസ് മിസ്റ്റർ ഷ്മിറ്റ് ഹു ആർഗ്യൂഡ് ഫോർ ഹെർ ആൻഡ് കൺവിൻസ് ദ പ്രിൻസിപ്പൽ ടു ഗീവ് ദ ജാക്കറ്റ് ടു ഹെർ ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് ഇറ്റ് ടു ജോൺ ഹൂസ് ഫാദർ വാസ് എ ബോർഡ് മെമ്പർ. മിസ്റ്റർ ഷ്മിറ്റാണ് അവൾ എല്ലാവരുമായി ആർഗ്യൂ ചെയ്ത് തർക്കിച്ചുകൊണ്ട് പ്രിൻസിപ്പലിനെയൊക്കെ കൺവിൻസ് ചെയ്തുകൊണ്ട് അല്ലേ, പ്രിൻസിപ്പലിനെയൊക്കെ
പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആ ജാക്കറ്റ് അവൾക്ക് വാങ്ങിക്കൊടുത്തത്. അല്ലാണ്ട് പ്രിൻസിപ്പൾ തന്നെത്താനെ എടുത്ത ഒരു ഡിസിഷൻ അല്ലാന്ന് അവൾക്ക് അറിയാമായിരുന്നു. അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു ജാക്കറ്റ് ആർക്ക് എത്തുമായിരുന്നു? ആ ജാക്കറ്റ് ജോണിൻ്റെ കയ്യിൽ എത്തിയിരുന്നു. അവൻ്റെ അച്ഛനൊരു ബോർഡ് മെമ്പർ ആയിരുന്നു, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നു അല്ലേ. എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ അയാളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അയാളുടെ മകൾക്ക് ആ ജാക്കറ്റ് കൊടുക്കുമായിരുന്നെന്ന് മാർത്തയ്ക്ക് അറിയാമായിരുന്നു. ഓക്കെ, അപ്പോൾ ആക്ച്വലി ആരെ ഹെൽപ്പ് ചെയ്തത്? മാർത്തേനെ. മിസ്റ്റർ ഷ്മിറ്റാണ് മാർത്തയ്ക്ക് ആ ഒരു ജാക്കറ്റ് കിട്ടാൻ സഹായിച്ചത്. ആണ് ഈ ഒരു പാഠഭാഗത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്